ഹലോ ഹലോ. ആ ചേട്ടാ, നിങ്ങൾ ഈ സ്ഥലം നോക്കാന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ, എന്താണ്? സ്ഥലം നോക്കണ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ കറണ്ടും വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണോ? എന്റെ ചേട്ടാ, എല്ലാ സൗകര്യം ഉണ്ടെന്നേ. നിങ്ങൾ ആദ്യം ഒന്ന് വന്ന് കണ്ടു നോക്ക്. കൊതിയാവും. നല്ല അലുവാ കഷ്ണം പോലെ ഇരിക്കല്ലേ? ഈ അലുവാ കഷ്ണം പോലെയാണ് എനിക്ക് വേണ്ട കേട്ടോ. അതിനേട്ടാ എനിക്ക് ഷുഗർ ഉള്ളതാ. ചെടി അലുവാ കഷ്ണം എന്ന് പറഞ്ഞത് അതല്ല, നല്ല സമചതുരത്തിൽ ഇരിക്കുന്ന സ്ഥലം. അയ്യോ, സ്ഥലമായിരുന്നല്ലോ. അയ്യോ, എന്റെ വേര് ഇങ്ങനെ വെച്ചേ. ഇവിടെ സാബു, നീ പിന്നെ എന്നെ വേലി കയറ്റി കെട്ടിയല്ലേ? ഇവന്റെ സ്ഥിരം പരിപാടിയാ ഈ വേലി കയറ്റി കെട്ടുന്നേ. എന്തൊരു കഷ്ടാന്ന് നോക്കണേ. ഞാനേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ കാര്യം അവര് നോക്കിക്കോളൂ. അല്ല സാറേ, കൂട്ടം കൂടിക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതെനിക്കറിയാലോ, എനിക്ക് കണ്ണ് കാണാം. വരുമ്പോ ഒരു പഞ്ചിന് എൻട്രി പല്ല് ഞാൻ ഒരു ഓളം വെച്ചത്. അല്ലാതെ ഇവരുടെ ഉണ്ടെന്നും സംഭവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ വനജ ആരാ? ഞാനാ സാറേ. തേടിയ വള്ളി കാലിൽ ചുറ്റി. വനജേ, ഈ കാണുന്നതാണോ നിങ്ങളും സാബുവും തമ്മിലുള്ള പ്രശ്നം നടക്കുന്ന വേലി? ഈ കാണുന്ന വേലിയാ സാറേ. ഈ സാബു എപ്പോഴാണ് ഈ വേലി അങ്ങോട്ട് കയറ്റി കെട്ടിയത്? അതെ സാറേ, എനിക്ക് പനി വന്ന് ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോഴാ സാറേ വേലി കയറ്റി. വയ്യാതെ വന്നപ്പോഴാണ് ഇത് വയ്യാ വേലി. സാബു എന്തി അവരിവിടെ ഉണ്ടോ? സാബു ഇവിടെ ഉണ്ടായി സാറേ. അവനിവിടെ ഉണ്ട്, അവനോട് ദേവന് സാറേ. ഈ പല്ലെല്ലാം കൂടെ കുത്തിച്ചാടിക്കുവാണോ അത് അറുത്ത് വിടുവാണോ? നീ ആ വെള്ളിനെ കുത്തി പല്ലിനെല്ലാം കൊന്നോ? നീയാണോ സാബു? അതെ സാറേ. സത്യം പറ സാബു, നിന്റെ പ്ലാൻ എന്നാ? 1 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും, അതാണ് എന്റേത്. 199 രൂപ. സാറിന്റെ പ്ലാന്? എന്റെ 2 GB ഡേറ്റ് അൺലിമിറ്റഡ് കോളും. അപ്പൊ 299 രൂപ. 399. സാറേ, ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വരിക, സോറി, വരികയുടെ പ്ലാൻ വരുന്നത് തന്നെ പറ. എന്റെ സാറേ, ഞാൻ പ്ലാൻ ചോദിക്കാൻ വേണ്ടിട്ടാണോ സാറിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേ? അതിർത്തിയുടെ കാര്യം ചോദിക്കാം. സാബു, നീ എസ്ഐന് മൊബൈലിന്റെ പ്ലാൻ പറഞ്ഞ് റൂട്ട് മാറ്റി വിടാൻ നോക്കുന്നു. ഇല്ല സാറേ, ഇല്ല സാറേ. സത്യം പറ സാബു, ഇവിടെ വാ. സാറേ വന്നു സാറേ. സത്യം പറ, ഈ വേലിയേറ്റം എങ്ങനെ ഉണ്ടായത്? സാറേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഒരു ഗുരുത്വാകർഷണ ബലം മൂലം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സാറേ, ഒരു പ്രതിഭാസമാണ് വേലിയേറ്റവും വലിയിറക്കവും. ഭൗമശാസ്ത്രജ്ഞ, ഞാൻ ഈ യൂണിഫോം ഇട്ട് ജോഗ്രഫിക്ക് തോറ്റു വന്ന് നിൽക്കണമെന്നാണോ നിന്റെ വിചാരം? എടാ, 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷക്ക് ജോഗ്രഫിക്ക് 50 18 മാർക്ക് ഉണ്ടായിരുന്നു, എനിക്കറിയോ? സാറിന് 18 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 37 മാർക്ക് ഉണ്ടായിരുന്നു സാറേ. പക്ഷേ എനിക്ക് ഹിസ്റ്ററിക്ക് 49 ഉണ്ടായിരുന്നു. നിനക്ക് എത്ര ഉണ്ടായിരുന്നു? എനിക്ക് 17. അവന് ഹിസ്റ്ററിക്ക് 17 ഉണ്ടായിരുന്നുള്ളൂ. 49. ഞാനാ ജയിച്ചത്. എന്റെ സാറേ, ഇത് ഇവിടെ ചോദിക്കാനാണ് വന്നത്. എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നു. അത് ശരിയാണ്. മാർക്ക് ലിസ്റ്റ് പറഞ്ഞ് വീണ്ടും റൂട്ട് മാറ്റുന്നു. ഇല്ല സാറേ. എടാ, ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. ആരാണ് വേലി കയറ്റി കെട്ടിയത്? സാറേ, അവരാണ് വേലി കയറ്റി കെട്ടിയത്, ഞാനല്ല സാറേ. സാറേ, ഞാനല്ല സാറേ, അവനാ വേലി കയറ്റി. അവരാണ് കയറ്റി കെട്ടിയത്. കയറ്റി കെട്ടുമല്ലോ, നിങ്ങൾ രണ്ടും കൂടെ എന്നെ താഴ്ത്തി കെട്ടുവാണല്ലോ. സാറേ, ഇവൻ തന്നെ സാറേ വേലി കയറ്റി കെട്ടിയത് എനിക്കറിയാം. സാറേ, ഇങ്ങോട്ട് വന്നേ. സാർ, ഇവൻ പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റൂലെന്ന്. സാർ, അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കി സാറേ. ബാബു എന്നോട് ഫിഗർ ചെയ്യാൻ കേട്ടോ, അടിപൊളി. പണത്തിന് വേണ്ടി ഞാനൊരു കുതിരയെ പോലെ പായും, മറ്റാരും എത്താത്ത അത്ര വേഗത്തിൽ. ഫിഗർ ഇറ്റോ ഉള്ളു, വോയിസ് ഇറ്റോ അല്ല. ആണോ? വോയിസ് എടുത്താ പൊളി. എന്റെ സാറേ, ഇവനെ കൊണ്ട് ഫിഗർ ഷോ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണോ സാറ്? സാറ് ഇവൻ ലോക ഫ്രോഡാന്ന്. സാറേ, ഞാനൊരു പെണ്ണല്ലേ, എന്റെ മേലുള്ള ഇവന്റെ നോട്ടം തന്നെ ശരിയല്ല സാറേ. ആഹാ, എന്റെ സ്റ്റേഷൻ വരെ സ്ത്രീകളുള്ള ഒരു അറിയാമോ? ഈ പെണ്ണുങ്ങളെ വൃത്തികെട്ട രീതി നോക്കൂല. എന്നോടില്ല സാറേ, പിന്നെ എന്തെങ്കിലും കാര്യം പറയാൻ വരുമ്പോ ഉണ്ടല്ലോ, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂല സാറേ. മുഖത്ത് നോക്കി? പിന്നെ അവന് ഏത് ഏരിയയിൽ നോക്കണം? അവൻ ഈ കണ്ട പ്ലാവിലും മാവിലൊക്കെ നോക്കി സംസാരിക്കും സാറേ. അതാണ് വിഷയം. നിന്റെ നോക്കാത്തതാണോ നിന്റെ പ്രശ്നം? എന്റെ സാറേ, നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയാൻ ചെന്നാൽ നമ്മൾ മുഖത്ത് നോക്കിയാലേ വർത്താനം പറയണ്ടേ? എന്ത് ചെയ്യണ്ട് പെണ്ണുമ്പിള്ളേരെ വാക്കും കേട്ടിട്ട് പാവത്തിനെ ഇടിച്ച് ചതച്ചു കൂട്ടി. സാബു, സാബു. എന്നാ സാറേ? ജീവനുണ്ട് ദൈവമേ. സാബു, അതെ, ഞാൻ ഇടിച്ച ഇടി കുഴപ്പമില്ല. ക്ഷമിക്ക്, ഒരവസ്ഥ ഏത് പോലീസുകാരും പറ്റും. പോലീസല്ലോ സാർ, SI അല്ലേ?
എന്റെ സാബു ഈ സമയത്ത് ഗ്രേഡ് നോക്കേണ്ട കാര്യമില്ല, ഈ നക്ഷത്രം വിട്ട് ഈ യൂണിഫോമിന്റെ കളർ മാത്രം പിടിച്ചാൽ മതി. ഒന്ന് ക്ഷമിക്ക, പറ്റിപ്പോയി. പെണ്ണുമ്പുള്ള നിങ്ങൾ ഒറ്റയാള്. സാറെന്താ വിളിച്ച പെണ്ണും പുള്ളേന്നാ? സാറേ എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല സാറേ. പിന്നെ വനജക്ക് എത്ര വയസ്സുണ്ട്? 28 ഉള്ളൂ. എന്റെ പെണ്ണ് സാറേ, ആ പുള്ളിക്കാരിക്ക് 10-50 വയസ്സുണ്ട്. നിങ്ങൾ എല്ലാം കണ്ടോണ്ടിരിക്കാണ്. പിന്നെ എപ്പോഴാണ് ഈ വേലി ഇങ്ങോട്ട് മാറ്റി കിട്ടുന്നത്? രാത്രി വന്നാ ഈ വേലി കയറ്റി കെട്ടുന്നേ. ആണല്ലേ? രാത്രി വന്നെന്ന് പറയുമ്പോ ഒരു വ്യക്തമായിട്ട് പറയാം, എന്നാലല്ലേ എനിക്ക് പിന്നെ പിടിക്കാൻ പറ്റും. അതെന്താന്നറിയോ സാറേ, ഇവന്റെ അതിരിലാണ് ഞങ്ങളുടെ കുളിമുറി ഇരിക്കുന്നത്. അതാരെ അവിടെ കൊണ്ടുവച്ച്? അത് ഞങ്ങൾ തന്നെ സാറേ. അപ്പൊ കൊണ്ട കൊടുത്ത ഇവനെ കുറ്റം പറയാൻ പറ്റും? ഞാനേ എല്ലാ ദിവസവും 8 മണിയാവുമ്പോ രാത്രി ഏട്ടാ സാറേ, രാത്രി ഒരു 8 മണിയാവുമ്പോ ഞാൻ കുളിക്കാൻ കയറും. സാറേ 8 മണിക്കല്ല സാറേ, 8:30ക്കാണ് അവര് കുളിക്കാൻ വേണ്ടി കയറുന്നത്. അവര് 8:30ക്കാണ് സാറേ കയറുന്നത്. അവര് പറഞ്ഞല്ലോ 8 മണിക്കാന്ന്. നീയാണോ തീരുമാനിക്കുക? 8:30 സാറേ, എനിക്ക് തെറ്റിപ്പോയതാ. അവനാ ശരി പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞാണോ ശരി? സാബു നോട്ട് ദ പോയിന്റ്. 8:30 ഞാൻ പോക്കും. 8:30ക്ക് കുളിക്കാൻ കയറുമ്പോ അപ്പൊ ഞാൻ അങ്ങനെ കുളിക്കാൻ കേറിയിട്ട് ലൈറ്റ് ഇടുമല്ലോ സാറേ. ലൈറ്റ് ഇടുമ്പോണ്ടല്ലോ സാറേ, ഇവനുണ്ടല്ല, ഇവൻ പണിയും കഴിഞ്ഞ് കുടിച്ച് ലെക്ക് കെട്ട ഒരു വരവുണ്ട് സാറേ. നീ കുടിച്ച് ലെക്ക് കെട്ട് വന്നിട്ട് ഇവൻ ഓട് കുളിച്ച് നോക്കുവോ അതോ വെന്റേഷൻ തൂങ്ങിക്കിടന്ന് നോക്കൂ? എന്ത്? അല്ല, കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കണ്ടേ ഇവൻ? ഇവൻ ഒളിഞ്ഞു നോക്കാറില്ല സാറേ. പിന്നെ ഇവനാ കുടിച്ചിലൊക്കെ കേട്ടിട്ട് ഇവന്റെ വീട്ടിൽ വന്ന് കയറി കിടന്നുറങ്ങും. അത് ശരി. അപ്പൊ ഇവൻ കുളിച്ചും പിടിക്കാൻ മതിയല്ലേ? അതൊന്നും അവനെ കൊണ്ട് പറ്റുമെന്നില്ല സാറേ. വീണ്ടും ആ പാവത്തിൽ പൊറോട്ട മാവ് കുഴക്കണ കൂട്ടി കുഴച്ചിട്ട് സാബു എന്നാ മോനെ കിടക്കണേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല, ആവർത്തന വിരസതയുള്ളൊരു ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കും. ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലാ, നീ ചോദിച്ചു. സാറിന് ആരാ സാറേ പോലീസിലെടുത്തത്? സാറ് അച്ഛൻ മരിച്ചു ഒരു വിളി വല്ലതും കരുതാണ് സാബുന് ജ്യോതിഷറിയാവോ? കറക്റ്റ്, ഞാൻ അച്ഛൻ മരിച്ച ഒഴിവ് കയറിയതാ. അപ്പൊ അച്ഛൻ എങ്ങനെയാ പോലീസ് കയറിയത്? അച്ഛൻ്റെ അച്ഛൻ മരിച്ച ഒഴിവ് കയറിയത്. അപ്പൊ അച്ഛൻ്റെ അച്ഛൻ എങ്ങനെ കയറി? അച്ഛൻ്റെ അച്ഛൻ മരിച്ച ഒഴിവ് കയറിയതാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളുടെ ഫാമിലിയില് ടെസ്റ്റ് എഴുതി ആരും പോലീസ് കയറില്ല, തന്തമാരെ കൊന്നിട്ട് കയറിയതാണോ മൊത്തം ആൾക്കാർ? സാബു ഇതിനുള്ള മറുപടി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാറേ അവരോട് ചോദിക്കും സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. വനജയുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഗൾഫിലാ. വനജയ്ക്ക് എത്ര സെന്റ് ഉണ്ട്? സാറേ എന്റെ ഭർത്താവ് ഗൾഫിലാന്നൊക്കെയുള്ള, എനിക്ക് സെന്റ് ഒന്നുമില്ല സാറേ. ഞാൻ കുളി കഴിയുമ്പോ ഇത്തിരി പൗഡർ ഇടും, അതും ചൂടുപോരി പൊങ്ങാതിരിക്കാൻ വേണ്ടിട്ട്. അടിപൊളി. ഞാൻ എന്ത് ചോദിക്കുന്നു ഇവരെന്ത് പറയും? എന്റെ സാബു, നീ കേസ് ജയിക്കണോ? നീ മിണ്ടാതിരുന്നാ അതിന് മാത്രം മനസ്സിൽ ഈ പെണ്ണുമുള്ള പറയുന്നുണ്ട്. പെർഫ്യൂം ഉണ്ടോന്നാണോ ഞാൻ ചോദിച്ചത്? നിങ്ങളുടെ പേരിൽ എത്ര സെന്റ് വസ്തു സ്ഥലം അതുണ്ടോന്നാ ചോദിച്ചത്? സ്ഥലം ഉണ്ടോന്നോ? അതൊരു 20 ചില്ലാനും വരും സാറേ. ഈ സ്ഥലം നിങ്ങൾ കാശ് കൊടുത്ത ആരെങ്കിലും നിന്ന് വാങ്ങിച്ചതാണോ അതോ നിങ്ങൾക്ക് പമ്പരാതകമായി? എന്താ സാറേ? പിറവത്ത് നടക്കുന്ന കേസ് നീ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു പരിചയം ഒന്നുമില്ല. ഈ വസ്തു മുത്തച്ഛൻ അച്ഛന് കൊടുത്ത്, അച്ഛൻ മകന് കൊടുത്ത്, മകന്റെ മകന് കൊടുത്ത്. പരമ്പരാഗതമായിട്ട് കിട്ടിയതാണോ? ഈ കേസ് വനജ ജയിക്കും, ഇല്ല ഞാൻ ജയിപ്പിക്കും. അതെന്നാ സാറേ, ഞാൻ ഈ പരമ്പരാഗതം പറഞ്ഞോണ്ടാണോ? ഇല്ലെങ്കിൽ ഞാൻ അത് എഴുതാനോട് മൊത്തം തെറ്റിച്ച് ഈ കേസ് വേറെ റൂട്ടിൽ പോയി. പടിഞ്ഞാറേ വീട്ടിൽ പ്രഭാകരൻ മകൾ വനജ ബോധിപ്പിക്കുന്ന. സാറേ വനജയ്ക്ക് വായില്ല കേട്ടോ സാറേ. ആര് പറഞ്ഞു? ഇത്ര നേരം എന്നോട് സംസാരിച്ചിരുന്ന അവക്ക് വായില്ല, നിന്നോട് എന്താ സാറേ കേട്ടോ വിളി കേട്ടത്? വായു സാറ് വനജ നീ പേപ്പറിൽ എഴുതിയിട്ടില്ലേ? അതിനകത്ത് വായിട്ടിട്ടില്ല. സോറി, തെറ്റ് സംഭവിച്ചല്ലോ. പിന്നെ സാർ ഇതിനൊരു തീരുമാനം പറയണ്ടേ? ഞാൻ നോക്കിട്ട് ഒറ്റ കാര്യം നടക്കും. ഈ വസ്തു വിഷയത്തിൽ കിടക്കണ കാരണം നിങ്ങൾ ഇത് കോടതി പോയാൽ ഇതെങ്ങനെ ശരിയായി കിട്ടും? കോടതി പോയാൽ ഒരു കാലത്ത് കേസ് തീരുമാനമാവില്ല. അതാണ് എന്റെ പോലീസ് ബുദ്ധിയിൽ ഞാൻ പറയാം. ഒന്നല്ലെങ്കിൽ വനജയുടെ വസ്തു സാബുവിന് കൊടുക്കുക, അല്ലെങ്കിൽ സാബുവിന്റെ വസ്തു വനജയ്ക്ക് കൊടുക്കുക. പ്രശ്നം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം എന്റെ സ്ഥലം ഞാൻ ഇപ്പൊ ഞാൻ കുടിക്കില്ല. എന്റെ സ്ഥലം ഞാൻ ഇവന് കൊടുക്കില്ല സാറേ. നിന്റെ സ്ഥലം ആർക്ക് വേണ്ടി? അവളുടെ ഒരു സ്ഥലം വിചാരിച്ചേക്കണം. ഞാൻ ഈ യൂണിഫോം വാടക എടുത്ത് പ്രശ്ന വയസ്സിന് വന്ന് നിൽക്കണം. രണ്ടുപേരും കിടന്ന്
അതിലൊക്കെ വീണത് നിന്റെ ഭർത്താവ് എവിടെയടി? ഗൾഫിൽ. ആണോ? നിനക്കൊരു പ്രശ്നം വന്ന് ആദ്യം ഓടി വരേണ്ട ആരടി? ഇവനല്ലേ? എന്നിട്ട് അവനാണോ നീ തട്ടിക്കറണേ നിസ്സാര സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു? അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. പിന്നെ, പറഞ്ഞു കൊടുക്കാൻ നീ മിണ്ടരുത്. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോടാ? ഇല്ല സാറേ, ഞാൻ വൺവുഡാണ്. എന്നതാ വൺവുഡ്? വൺവോട്ടോ? അതെന്നതാ? ഒറ്റത്തടിയാണ്. CBSE ആണല്ലേ? എന്റെ ഒറ്റത്തടി ഞാൻ വെട്ടി പെരുമാവൂർ പ്രൈവറ്റ് കമ്പനി കേട്ടോ. വേണ്ട സാറേ, വെട്ടണ്ട സാറേ. നിനക്ക് പിടക്കോടി ഇല്ലാതെ ഒറ്റത്തടിയായിട്ട് നടക്കുവാണോ? അതെ സാറേ. നിനക്കൊരു നെഞ്ചുവേദന ഒരു ശ്വാസം മുട്ടൽ വന്നാൽ അവള് വേണ്ടി ഓടി വരാൻ അതെ സാറേ. നിസ്സാര കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കണം. ധാരണ നിനക്കൊക്കെ ഇതാണ്. അയലൊക്കത്ത് കൂടി ഇത്തിരി വസ്തു ഉണ്ടെങ്കിൽ തമ്മി തല്ലും ബേഗുകളും ആകപ്പാടെ വിഷയം. എടാ പരസ്പരം സ്നേഹിച്ച് പഠിക്കണം. എടാ ഇതൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും ആരും കൊണ്ടുപോയില്ല. ആരും മണ്ണി തീരും. അറിയാവോ? ബൈബിളിൽ പറഞ്ഞ എന്നാന്നറിയാവോ? ഇല്ല സാറേ. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. കല്ലുപോലെ ഇരിക്കണുണ്ട്. നല്ലൊരു സാധനം പറഞ്ഞിട്ട് കൈയടിക്കണോ? ഒരു സാധനം കൈയടിയൊക്കെ തരാം. മതി പറഞ്ഞപ്പോ അടിക്കണല്ലേ? അത് മതി. പെണ്ണുമ്പിള്ളയാ ഉച്ച കൂണ് കഴിക്കാൻ ചെല്ലാൻ വിളിക്കണതാ. ഒന്നല്ലെങ്കിൽ ചെല്ലുമ്പോൾ മത്തി മേടിച്ചിട്ട് ചെല്ലണം, അല്ലെങ്കിൽ സാമ്പാർ കിട്ടിയുണ്ടല്ലോ. ഇത് രണ്ട് കാര്യത്തിലല്ലാതെ അവള് വിളിക്കത്തില്ല. ഹലോ പറയടി, മത്തി മേടിക്കണോ സാമ്പാർ കിട്ടി മേടിക്കണോ? രണ്ടും വേണ്ട, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാ മതി. അതെന്നാ കാര്യം? നമ്മുടെ അയൽവക്കത്തുള്ള സുകുമാരൻ സാറില്ലയോ, ആ. അയാളുടെ വേലി നമ്മുടെ പറമ്പിലേക്ക് കെട്ടി. നീ ഫോൺ വെച്ചാ പട്ടിനെ ഞാൻ വെട്ടും. സാറേ സാറേ, ഇപ്പൊ സാറല്ലേ പറഞ്ഞത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്? അത് ഉപദേശിക്കുമ്പോ എന്റെ പറമ്പിക്കാൻ കഴിയിട്ടുണ്ട് അവന്റെ തലയാൻ പറ്റും. അപ്പൊ അന്തിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റുള്ളൂ അല്ലേ സാറേ? എക്സാക്ട്ലി.